ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് BJP-യോടാണോ? എല്ലാവരോടും അല്ല, എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്ന അവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് BJP അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ, അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും, വധശ്രമം, അല്ലെങ്കിൽ വധിക്കാനുള്ള, ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ, അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, SJR കുമാർജി, ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ച് തരണം എന്ന് പറയാൻ ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല. കാരണം കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ നിയമപരമായ പോരാട്ടമാണ് പിന്നെ നടത്തേണ്ടത്. പ്രചരണം നടത്തും. ഈ കേസ് കള്ളക്കേസുകളാണ് എന്ന നിലയിൽ പ്രചരണം നടത്തും. അതല്ലാതെ ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണേ പറഞ്ഞ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി, ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, ഞങ്ങളാരും നാളിതുവരെ സമീപിച്ചിട്ടില്ല. ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല. കാരണം നമ്മൾ ഈ ധൈര്യത്തോടു കൂടിയാണല്ലോ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അത് പൂവിരിച്ച പാതയാവില്ല, ഉറപ്പാണ്. അതിനകത്ത് മുള്ളുകളുണ്ടാകും. ചവിട്ടി നടക്കാമെന്ന ധൈര്യത്തിൽ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായും കന്യാസ്ത്രീകളും അവർ പറയുന്ന സമാജത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അനുഭവിക്കാം എന്നുള്ള നിലയിലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് താല്പര്യമുള്ളതേ കിട്ടൂ എന്ന് വരില്ല പൊതുരംഗത്തേക്ക് ഇറങ്ങിയാൽ.